നമസ്കാരം. രാജ്യത്ത് 60 വർഷത്തിലേറെയായി നിലനിന്നിരുന്ന റെസിഡൻസി നിയമത്തിൽ മാറ്റം വന്നിരിക്കുന്നു. പുതിയ നിയമം അവതരിപ്പിച്ചിരിക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം. എന്തിലൊക്കെയാണ് മാറ്റമെന്നറിയണ്ടേ? പറയാം. വ്യാപാരം, കുടിയേറ്റ തൊഴിലാളികളുടെ തുടങ്ങിയ ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതിലെല്ലാമാണ് മാറ്റം വന്നിരിക്കുന്നത്. നവംബർ 28-നാണ് പുതിയ നിയമം ഭരണകൂടം അവതരിപ്പിച്ചത്. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം കുവൈറ്റി സ്ത്രീകളുടെ കുട്ടികൾക്ക് 10 വർഷത്തെ റെസിഡൻസി നൽകുമെന്നാണ്. കുവൈറ്റ് പൗരത്വം നേടാത്ത കാലത്തോളം ഫീസ് നൽകാതെ റെസിഡൻസി പെർമിറ്റ് പുതുക്കാവുന്നതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇവർ രാജ്യത്തിന് പുറത്ത് 6 മാസത്തിൽ കൂടുതൽ താമസിച്ചെന്ന കാരണത്താൽ റെസിഡൻസി പെർമിറ്റ് നഷ്ടമാകില്ല. വിസ കച്ചവടത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണം തടയുന്നതിനു വേണ്ടിയാണ് പുതിയ നിയമം നടപ്പാക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. റെസിഡൻസി പെർമിറ്റ്, വിസ പുതുക്കൽ എന്നിവ പണം ഈടാക്കി നൽകുന്നവർക്ക് കർശന പിഴ ചുമത്തും. തൊഴിലുടമയ്ക്ക് അവരുടെ യഥാർത്ഥ റിക്രൂട്ട്മെന്റ് ആവശ്യത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് പ്രവാസികളെ നിയമിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ വിലക്കുണ്ട്. ഇതുകൂടാതെ ശരിയായ അംഗീകാരമില്ലാതെ തൊഴിലാളികളെ മറ്റുള്ളവർ ജോലിക്ക് എടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ചുമതല അവർക്കാണ്. പുതിയ നിയമത്തിലെ മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് ഫാമിലി വിസയുമായി ബന്ധപ്പെട്ടതാണ്. ഫാമിലി വിസിറ്റ് വിസ കാലാവധി 3 മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫീസ് നിശ്ചയിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ്. പുതിയ ഗാർഹിക തൊഴിലാളികളെ കൊണ്ടുവരുന്നതിനുള്ള കാത്തിരിപ്പ് കാലാവധി മുൻ തൊഴിലാളി പോയതിനു ശേഷം 4 മാസമായി കുറച്ചു. നേരത്തെ ഇത് 6 മാസമായിരുന്നു. 6 മാസത്തിനുള്ളിൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് കുവൈറ്റ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എല്ലാ താമസക്കാർക്കും ന്യായമായ പരിഗണന ഉറപ്പാക്കുന്നതിനൊപ്പം സുതാര്യതയ്ക്കും ഉത്തരവാദിത്തത്തിനും സർക്കാർ പ്രതിബദ്ധമാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പുതിയ നിയമങ്ങൾ ഉടൻ തന്നെ കുവൈറ്റിന്റെ വിസ വെബ്സൈറ്റുകളിൽ ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. സെപ്റ്റംബറിലെ കണക്കനുസരിച്ച് കുവൈറ്റ് ജനസംഖ്യയിൽ 68.3% പേരും പ്രവാസികളാണ്. 2024 ജൂൺ അവസാനത്തോടെ കുവൈറ്റിലെ ജനസംഖ്യ 49,18,570 ആണ്. ജനുവരി 1-ന് 15,45,781 ആയിരുന്ന കുവൈറ്റ് പൗരന്മാരുടെ എണ്ണം ജൂൺ അവസാനത്തോടെ 15,59,925 ഉയർന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ 14,144 പേരുടെ വർധനവാണ് കുവൈറ്റ് പൗരന്മാരുടെ എണ്ണത്തിലുണ്ടായത്. ആകെ ജനസംഖ്യയുടെ 31.7% ഇപ്പോൾ കുവൈറ്റ് പൗരന്മാർ. കുവൈറ്റ് പൗരന്മാർ കഴിഞ്ഞാൽ കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ രാജ്യക്കാരുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. മൊത്തം ജനസംഖ്യയുടെ 21% ഇന്ത്യക്കാർ. അതായത് ഓരോ 10 പേരെടുത്താലും അതിൽ ശരാശരി 2-ഓ അതിലധികമോ പേർ ഇന്ത്യക്കാരായിരിക്കും. ഈജിപ്തുകാരാണ് ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ളത്. ജനസംഖ്യയുടെ 13% ഈജിപ്തുകാരാണ്. ബംഗ്ലാദേശികൾ 6%, ഫിലിപ്പീൻസിൽ നിന്നുള്ളവർ 5% വരും. നേപ്പാൾ, സൗദി അറേബ്യ, ശ്രീലങ്ക, സിറിയ എന്നീ രാജ്യക്കാർ ജനസംഖ്യയുടെ 3% വീതമാണ്. ബാക്കിയുള്ള 11% മറ്റു രാജ്യത്തു നിന്നുള്ളവരാണ്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായി ആകെ തൊഴിൽ ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം 21,78,008 ആണ്. ഇവരിൽ 5,16,397 പേർ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം തൊഴിലാളികളുടെ 24% വരും. ബാക്കി 76% തൊഴിലാളികൾ അല്ലെങ്കിൽ 16,61,611 പേർ സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.